ഇവിടെയാണ് നാം ഈ ശുശ്രൂഷകളുടെ സമാപന സെഷനിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഈ യോഗങ്ങളിൽ ക്ഷണിച്ച ദാസന്മാരോടുള്ള സ്നേഹവും നന്ദിയും ഈ സമൂഹത്തിൽ ഞാൻ അറിയിക്കുകയാണ്. കർത്താവിനെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുക. ഷാനവാസിനെ, ജെയിംസ്വാസിനെ എല്ലാം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ബിജു കുടുംബത്തെ കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പക്കൽ കർത്താവ് ചിലത് ഏൽപ്പിച്ചിരിക്കുകയാണ്. സാധാരണമായതല്ല, സാധാരണമായി. ഞാൻ ഏകദേശം 20 വർഷത്തോളമായിട്ട് ശുശ്രൂഷയിലായിരിക്കുന്നു. എന്നാൽ എനിക്ക് കാര്യമാകുന്നൊരു ശുശ്രൂഷയിൽ മുന്നേറ്റം ഉണ്ടാകുന്നത് 2002 ശേഷമാണ്. 2002 ശേഷമായിട്ട് പ്രത്യേക ഒരു തലത്തിലേക്ക് വിഷയത്തിൻ്റെ തലത്തിലേക്ക് കൊണ്ടുപോകുവാനിടയായി. അതിനുശേഷമായിട്ട് ആയിരക്കണക്കിന് ആളുകളുടെ ഇടയിൽ കർത്താവിനെ നിർത്തുകയും വ്യത്യസ്തമാകുന്ന സാഹചര്യങ്ങളിൽ എന്നെ ഉപയോഗിക്കുകയും ചെയ്യുന്നത് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഈ ദിവസങ്ങളിൽ നടന്നത് സാധാരണമായൊരു കാര്യമല്ല. പോകുന്ന എല്ലാ ഇടങ്ങളിലും ഇങ്ങനെയൊക്കെ ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ കർത്താവ് തീരുമാനിച്ചെങ്കിലേ നടക്കത്തില്ല. ചില സന്ദർഭങ്ങളിൽ പ്രതീക്ഷിക്കാതിരിക്കുന്ന സന്ദർഭത്തിൽ കർത്താവ് ഫുൾ ഗ്ലോറിയിൽ ഇറങ്ങി വരുവാണ്. ആ യോഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് വലിയ മാറ്റങ്ങൾ സംഭവിക്കുവാനുണ്ട്. അതിന് സമാനമാകുന്ന ഒരു നിലവാരത്തിലാണ് ഈ ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് കർത്താവ്. ഒരു സെഷൻ പോലും നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. തിങ്കളാഴ്ച തുടങ്ങിയ സെഷൻ മുതൽ ഇന്നിപ്പോൾ ഈ കഴിഞ്ഞു പോയ ഉച്ചക്കത്തെ സെഷൻ ഉൾപ്പെടെ വളരെ ഉയർന്ന അളവിലുള്ള ഒരു ഗ്ലോറിയാണ്. ഈ ഗ്ലോറിയിൽ നിന്നവർക്ക് എങ്ങനെ പഴയതുപോലെ ആകും, പഴയതുപോലെ തുടരുവാൻ കഴിയും? വളരെ വിലപ്പെട്ടത് കർത്താവ് നിങ്ങളിൽ നൽകി തന്നിരിക്കും. കർത്താവ് ഉദ്ദേശങ്ങളില്ല ഒരു കാര്യവും ചെയ്യത്തില്ല. പർപ്പസുകൾ കർത്താവിന് വളരെ 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 പ്രാധാന്യമുള്ള കാര്യമാണ്. പ്രത്യേക തമാശയ്ക്ക് വേണ്ടി കർത്താവ് ഒന്നും ചെയ്യത്തില്ല. സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് തന്നെ സാന്നിധ്യം കൊടുക്കത്തില്ല. ഉദ്ദേശങ്ങളുടെ നിവർത്തീകരണത്തിന് വേണ്ടി മാത്രമേ കർത്താവിന്റെ ഗ്ലോറിയെ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ മഹിമ നമ്മുടെ നാളിൽ പുറപ്പെടുവിക്കുമെങ്കിൽ അതിന് വലിയ ഉദ്ദേശമുണ്ട്. നാളെ കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് പോകുവാനിട വരും. ഈ ദേശത്ത് പുറപ്പെടുവിച്ചിരിക്കുന്ന ഈ ഗ്ലോറിയിലൂടെ കർത്താവ് ഈ ദേശത്ത് അത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അത് നിങ്ങളിലൂടെയാണ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. ആ ഉദ്ദേശങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് കർത്താവ് ഈ സ്പർശനത്തെ നിങ്ങളുടെ അയച്ചിരിക്കുന്നത്. സാധാരണ പറയുന്നത് ഒരു സ്പിരിച്വൽ പിക്നിക്കിന് വേണ്ടി കർത്താവ് അനോയിന്റിങ്ങിനെ കൊടുക്കില്ല. അനോയിന്റിങ്ങിനെ കർത്താവ് ഒരാളെ കൊടുക്കുകയാണെങ്കിൽ ആ ആളെ കൊണ്ട് കർത്താവ് ചിലത് ചെയ്യിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ മേലെ കർത്താവ് പകർന്നിരിക്കുന്നു. ആ പകർന്നതിനെ നിങ്ങൾ സൂക്ഷിക്കുവാനൊരു ബാധ്യതയുണ്ട്. നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഒരു കാര്യം നിങ്ങളുടെ കയ്യിൽ നൽകി തന്നു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞതുപോലെ ഉറപ്പ് കിട്ടിയ പലരും അത് തലയണയാക്കി ഉപയോഗിച്ചു, അത് വെച്ച് ഷർട്ട് തയ്ച്ചു, അത് വെച്ച് അവർ മുഖം തുടച്ചു. ചിലർക്ക് മാത്രമേ മനസ്സിലായുള്ളൂ ഇത് ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള. ഇത് ചതിച്ചാൽ യോഗാൻ പിളർക്കപ്പെടുന്നത് ചിലർക്ക് മാത്രമേ മനസ്സിലായുള്ളൂ. ഈ ലഭിച്ചതിനെ ഉപയോഗിക്കാതിരിക്കരുത്. ഇത് ലഭിച്ചതിനെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കരുത്. കർത്താവിന്റെ ഉദ്ദേശം മനസ്സിലാക്കി നിങ്ങൾ ഇതിനെ ഉപയോഗിക്കുകയും ഇതിനെ നിലനിർത്തുകയും ചെയ്യാം. നിലനിർത്താൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീക സ്പിരിച്വൽ സീക്രട്ട് എന്ന് പറയുന്നത് പ്രേയർ. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇപ്പോഴൊക്കെ പ്രാർത്ഥന ഒരു പ്രവൃത്തിയാണെന്നൊക്കെ പലരും പറയാറുണ്ട്. പ്രാർത്ഥന പ്രവൃത്തിയല്ല. പ്രാർത്ഥനയാണ് പ്രവൃത്തി. നിങ്ങൾ ശ്വസിക്കുന്നത് പ്രവൃത്തിയാണ്. ശ്വസിക്കുന്നത് പ്രവൃത്തിയൊന്നുമല്ല. നിങ്ങൾ പോലും അറിയുന്നില്ല നിങ്ങൾ ശ്വാസം എടുക്കുന്നത്. അതേപോലെ നൈസർഗികമാകുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥിച്ചില്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കാൻ കഴിയില്ല. അഭിഷേകം ഈ നിലവാരത്തിൽ ഇറങ്ങിയ ഒരാളിന്റെ അകത്ത് അവരറിഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ അനുഭാഷ വന്നിട്ടുണ്ട്. നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ?
ലോകത്തിൽ നമ്മളെ പോലെയുള്ളവർ പ്രാർത്ഥിക്കാതിരിക്കുന്ന ഒരു നിമിഷവും ഇല്ല. ആ ഒരു നിലവാരത്തിലേക്ക് നമ്മളെ മാറ്റുകയാണ്. എനിക്ക് അന്യഭാഷ പറയാതിരിക്കാൻ ഒരിക്കലും കഴിയത്തില്ല. എപ്പോഴും ഞാനിപ്പോ പ്രസംഗിക്കുമ്പോൾ എന്റെ ഉള്ളിൽ ഇങ്ങനെ അന്യഭാഷ പറഞ്ഞു. പല സന്ദർഭത്തിലും ഞാൻ ഉറക്കത്തിൽ എനിക്ക് ബോധം ലഭിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഉറക്കത്തിൽ കിടന്ന് ഞാൻ അന്യഭാഷ പറയും. അപ്പോൾ ഉറങ്ങി കിടക്കുമ്പോൾ ഞാൻ അന്യഭാഷ പറയണമെങ്കിൽ ഞാനല്ല പറയുന്നത്, ആരോ എന്റെ ഉള്ളിൽ നിന്ന് പറയിപ്പിക്കുകയാണ്. ആ നിലയിലുള്ള ചില സ്പിരിച്വൽ ആക്ടിവിറ്റീസ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചതുപോലെ ആ വാക്യം തിമോഥെയോസിനോട് പൗലോസ് പറയുന്നത് ശരീരാഭ്യാസം അല്പം പ്രയോജനമുള്ളത്. അതിനാൽ തിമോഥെയോസിനോട് പറയുകയാണ്, പ്രത്യേകമായിട്ട് പറയുകയാണ്. തിമോഥെയോസിന്റെ ലേഖനം അതിന്റെ 1 തിമോഥെയോസ് 3-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ ഭക്തിയുക്തമായ കിഴവിക്കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്ക് ഒത്തവണ്ണം അഭ്യാസം ചെയ്യുക. ദൈവഭക്തിക്ക് ഒത്തവണ്ണം അഭ്യാസം ചെയ്യുക. ഇംഗ്ലീഷിലെ വാക്യം വായിച്ച് having nothing to do with godless men and old wives' tales, rather train yourself to be godly. Train yourself to be godly. Train yourself to be godly. Or like an exercise. Exercise. Physical exercise ചെയ്യുന്നതുപോലെ തന്നെ നമുക്കൊരു സ്പിരിച്വൽ എക്സസൈസ്, ശാരീരികമാകുന്ന എക്സസൈസ് പോലെ തന്നെ നമുക്കൊരു ആത്മീകമാകുന്ന എക്സസൈസ്. എങ്ങനെയാണ് ആത്മീകമാകുന്ന എക്സസൈസ്? ആത്മീകമാകുന്ന എക്സസൈസിന് വേണ്ടി അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് prayer, speaking in other tongues and the word of God, reading and studying the word of God. ഡീപ്പർ ലെവലിൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടുകൂടെ വചനം പഠിക്കണം, വചനം ഇങ്ങനെ മനനം ചെയ്യണം, ധ്യാനിക്കണം, ചിന്തിക്കണം. ചിന്തകൾക്കെല്ലാം ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. നമ്മുടെ ബുദ്ധിയെ, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ, നമ്മുടെ ബുദ്ധിയെ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കരുത്. എങ്ങനെ പണം ഉണ്ടാക്കാൻ കഴിയും, എങ്ങനെ തട്ടിപ്പറത്താൻ കഴിയും, എങ്ങനെ കൂടുതൽ ഷെയർ മാർക്കറ്റിൽ പോകാൻ കഴിയും, ഇതിനു വേണ്ടി നിന്റെ ബുദ്ധിയെ ഉപയോഗിക്കരുത്. വ്യാകുലതയ്ക്ക് വേണ്ടി നിനക്കുണ്ടാകുന്ന പ്രശ്നം എന്താണ്? പിള്ളേരുടെ കാര്യം എന്തായിത്തീരും, ഭാവിയുടെ കാര്യം എന്തായിത്തീരും, വീട് എന്തായിത്തീരും, അതിനുവേണ്ടി നിന്റെ തലച്ചോറിനെ ഉപയോഗിക്കരുത്. പകരം വചനത്തിനു വേണ്ടി നിന്റെ തലച്ചോറ്. അതേപോലെ നാക്കും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കരുത്. ദൈവകാര്യങ്ങൾക്ക് വേണ്ടി നാക്കിനെ ഉപയോഗിക്കും. പരമാവധി ദൈവകാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ആരാണ് ആ സ്പിരിച്വൽ എക്സസൈസ് ചെയ്യുന്നത്? സ്പിരിച്വൽ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങളിലുള്ള ഈ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതിന്റെ മോക്ഷ വർദ്ധിക്കുവാൻ ഇടവരും. സെക്കൻഡ് തിമോത്തിയിൽ പോകുകയാണെങ്കിൽ സെക്കൻഡ് തിമോത്തിയിൽ നിങ്ങൾ കാണാൻ കഴിയുന്നത്, സെക്കൻഡ് തിമോത്തി ചാപ്റ്റർ 1:6 പറയുന്നുണ്ട്. പറയാണ്, അതുകൊണ്ട് എന്റെ കൈവപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിക്കുകയാണ്. Fan into flame. ആരെങ്കിലും നിങ്ങളുടെ തലമേൽ കൈവച്ചിട്ടുണ്ട്. നിങ്ങളിൽ ചിലപ്പോൾ ചെന്നിരുന്ന യോഗങ്ങളിൽ നിങ്ങളുടെ മേൽ ചിലത് പകരപ്പെട്ടിട്ടുണ്ട്. ആ പകരപ്പെട്ടതിനെ സ്റ്റിറപ്പ് ചെയ്യുവാൻ നിങ്ങൾക്കൊരു റെസ്പോൺസിബിലിറ്റി. എനിക്ക് ഒരുപാട് ആത്മീയ പുത്രന്മാരുണ്ട്. അതിൽ ഒത്തിരി സ്നേഹിക്കുന്നവരാണ് ജിനു പാസ്റ്ററും റൈസൻ പാസ്റ്ററും. ഈ ജിനു പാസ്റ്റർ കൊച്ചുപൈനായിട്ട് വന്നിരിക്കുന്നത് ഞാൻ ഓർക്കുന്നു. പക്ഷെ അവരെന്താ ചെയ്യുന്നത്? ലഭിച്ചതിനെ അവർ സ്റ്റിറപ്പ് ചെയ്ത് മാത്രമല്ല, അവർ ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് ഭയങ്കര ക്ലൈംബിംഗ് ഉണ്ട്. ഇതൊക്കെ ഇന്നർ സർക്കിൾ മാത്രം പറയേണ്ട കാര്യമാണെങ്കിൽ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് അഭിഷേകത്തിന്റെ തലങ്ങളിൽ ക്ലൈംബിങ്ങുകൾ ലഭിക്കും, ഇൻക്രീസുകൾ ലഭിക്കും. അതുപോലെയുള്ള ഒരാളാണ്. റൈസിന്റെ മേലും പകരപ്പെട്ടതിനെ സ്റ്റിറപ്പ് ചെയ്തു, അസാധാരണമായിട്ട് ഇൻക്രീസ് ചെയ്തു. ഇവിടെ ചിലത് പകരപ്പെട്ടിട്ടുണ്ട്. സ്റ്റിറപ്പ് ചെയ്യുന്നത്
എന്ന് പറയുന്ന ആ ഭാഗത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം. സേവ് ചെയ്യണം എന്ന് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ കൈയത്തിനാൽ നിങ്ങളുടെ ദൈവത്തിന്റെ പ്രഭാവം ജ്വലിപ്പിക്കണമെന്ന് ഞാൻ തന്നെ ഓർമ്മപ്പെടുത്തും. അതിന്റെ തൊട്ടടുത്ത വാക്ക് നിങ്ങൾ ശ്രമിച്ചോ. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല. ഈ ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് അറിയാമോ? പകരപ്പെട്ടിരിക്കുന്ന കൃപാവരത്തെ കുറിച്ചുള്ള പശ്ചാത്തലത്തിലാണ് അവിടെ പറയുന്നത്. ഭീരുത്വത്തിന്റെ ആത്മാവല്ല. കൃപാവരം ജ്വലിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഭയം പോണം. ശുശ്രൂഷകന്മാർ നിങ്ങളോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മേൽ കർത്താവ് പകർന്നിട്ടുണ്ട്. അതിനെ പുറത്തെടുക്കണമെങ്കിൽ എന്താ ഒരു കീ ആയിട്ടുള്ള ഒരു സീക്രട്ട് ഞാൻ പറയാം. ധൈര്യം. സംഭവങ്ങളുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. കൊട്ടാരക്കരത്തിൽ ഒരു അസോസിയേറ്റ് അസിസ്റ്റ് ചെയ്യുന്ന അവരുടെ വർക്കേഴ്സിന്റെ ഒരു പാസ്റ്റർ കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിൽക്കുക. ബസ് സ്റ്റാൻഡിൽ ഒരു കള്ളുടിയിൽ ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നു. പോലീസുകാരൻ വന്നു കള്ളുടിയും പോലീസുകാരും തമ്മിൽ വഴക്കുണ്ട്. ഈ പാസ്റ്റർക്ക് ഒരു നിയോഗം ലഭിച്ചു. അതിന് പോലീസുകാരൻ സാറേ എനിക്കൊരവസ്ഥ തരുമോ, ഞാൻ ഇവരെ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. പോലീസുകാരൻ ബസ് സ്റ്റാൻഡിലാണ്. പോലീസുകാരൻ അങ്ങ് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു. ഒരു ആൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ ഇത് കണ്ടുകൊണ്ട് ആളുകളെല്ലാം ഓടിക്കൂടി കഴിഞ്ഞപ്പോൾ ഈ പോലീസുകാരനെ അനുവദിച്ചു. അപ്പൊ നീ പ്രാർത്ഥിക്കും, ഇങ്ങനെ കയറിപ്പോണേ ബസ്സെ കയറിപ്പോണേ പോട്ടെന്ന് വിചാരിച്ചു. പോലീസുകാരനെ അനുവദിച്ചു കഴിഞ്ഞപ്പോൾ ഈ കള്ളുകൂടി തമ്മിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഭയങ്കര ശബ്ദത്തിൽ പ്രാർത്ഥിച്ചു. ഇതൊക്കെ ഞാൻ വിവേകം പറയുന്നത്. പ്രാർത്ഥനയ്ക്കകത്ത് സുവിശേഷം മുഴുവൻ പറഞ്ഞു. സുവിശേഷം അറിയുന്ന ഒരു ടെക്നിക്സ് ഉണ്ട്. ഞാൻ ചെയ്യുന്ന ടെക്നിക്സ് ഉണ്ട്. ട്രെയിനിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോൺ കോൾ വരിക. ഫോൺ കോൾ വരുന്നത് ആണോ? ശരി ശരി. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മതി. യേശു ക്രിസ്തുവാണ് ഏകരക്ഷകൻ. ചിലവ് കൂടാതെ നമുക്ക് സുവിശേഷം പറയാം. നമ്മൾ അവരോട് സുവിശേഷം പറഞ്ഞേക്കും. നമ്മൾ ഫോണിൽ ഒരാളോട് സംസാരിക്കും. പക്ഷെ അവർ മുഴുവൻ സുവിശേഷം കേൾക്കുവാൻ ഈ പാസ്റ്റർ അതിനിടയിൽ ഈ സുവിശേഷം മുഴുവൻ പ്രാർത്ഥനയിൽ സുവിശേഷം മുഴുവൻ പൊള്ളിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ പോലീസുകാരൻ പറഞ്ഞിട്ട് ശാന്തനാകാത്ത കള്ളൂടിയൻ ശാന്തനായി. ചുറ്റും നിന്ന് ജനങ്ങളെല്ലാം കേൾക്കുവാനായിട്ട് പാസ്റ്റർ വഴി പോവുകയും ചെയ്യും. അവിടെ വെളിപ്പെട്ടത് എന്താണ്? അവിടെ വെളിപ്പെട്ടൊരു ധൈര്യം. ആ ഒരു ധൈര്യം നിങ്ങളുടെ മേൽ വെളിപ്പെടുന്നതാണ്. സ്പിരിച്വൽ ആക്ടിവിറ്റീസ് സിമ്പിളാണെന്ന് പ്രയറിന് വേണ്ടി അഭിഷിക്തന്മാർ സമയം കണ്ടെത്തണം. പ്രാർത്ഥനയെ നിസ്സാരമായി തള്ളിക്കളയും. പ്രാർത്ഥനയെ ഗൗരവത്തോടുകൂടെ കാണണം. അത് ഞങ്ങൾ ഫോളോ ചെയ്തിരിക്കുന്നത് അതാണ്. അതിനപ്പുറത്ത് ഉള്ള ഒരു നിലവാരത്തിലേക്ക് ആരെങ്കിലും പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ മനസ്സിലാക്കേണ്ടിയിരിക്കും. പ്രാർത്ഥിക്കാതെ തന്നെ നമുക്ക് ആത്മീയ ജീവിതം നയിക്കാൻ കഴിയുമെന്നുള്ള നിലവാരം എനിക്കറിയത്തില്ല. അതിനെക്കുറിച്ച് അതിനെ പഠിക്കേണ്ടിയിരിക്കും. അതല്ലെങ്കിൽ സാധാരണ നിലയിൽ നമുക്കതിനുള്ളൊരു ആഗ്രഹവും അതിൻ്റെ ആ ഒരു ട്രാക്കിലുമാണ് നമ്മളെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചിരിക്കും. അതിനൊരു സമയമുണ്ട്. പിന്നെ നമ്മൾ നിരന്തരമായ അന്യഭാഷ എപ്പോഴും അത് പരിശീലിച്ചത്. നമ്മളിപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ഈ പൗലോസിന്റെ ഒരു പരിപാടിയുണ്ട്. നമുക്കത് അത്രയും പ്രായോഗികമല്ല. പൗലോസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണല്ലോ, പൗലോസ് ചെയ്യുന്നത് പൗലോസ് വിദ്യാലയത്തിൽ പറയുന്നുണ്ട്, 14-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്,
പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, ഞാന് സഭയിൽ വന്നാൽ 4 പേർക്ക് മനസ്സിലാക്കാൻ ഞാൻ പ്രസംഗിക്കും, മലയാളത്തിൽ പ്രസംഗിക്കും. സഭ വിട്ട് ഞാൻ പുറത്തിറങ്ങിയാൽ ആ നിമിഷം മുതൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ അധികം അന്യഭാഷ സംസാരിക്കും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അകത്ത് കയറി കഴിഞ്ഞാൽ പറയുന്നത് എന്താ? വചനം പറയും. ഇതിനകത്ത് പുറത്തിറങ്ങിയാൽ എന്ത് ചെയ്യും? നമ്മളത് കുറച്ച് തിരിച്ചാ ചെയ്യും. നിങ്ങളെല്ലാവരും ഇവിടെ പോകുന്ന അന്യഭാഷ പറയും, അതിന്റെ പുറത്തിറങ്ങിയ പിന്നെ ഒരിക്കലും പറയുന്നില്ല. അത് നല്ല കാര്യമാണ്. നമ്മളിങ്ങനെ തന്നെ ആത്മാവിൽ ആരാധിക്കുന്നത് ചെയ്യണം. ആത്മാവ് ഇവിടെ ആരാധിക്കുക മാത്രമല്ല, ഇതിന് പുറത്തിറങ്ങിയാലും നിരന്തരം അന്യഭാഷകളിൽ സംസാരിക്കണം. ഞാൻ കഴിഞ്ഞ സമയങ്ങളിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ടൂൾസിൽ ഏറ്റവും നല്ല ഒരു ഉപകരണം എന്ന് പറയുന്നത് സ്പീക്കിംഗ് ഇൻ അതർ ടങ്സ് ആണ്. ഇത്രയും ഈ പറയുന്ന അഭിഷക്തന്മാരെല്ലാം ഈ പ്രയോജനപ്പെടുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട സീക്രട്ട് എന്ന് പറയുന്നത്, അവരെവിടെയോ വെച്ച് ഈ രഹസ്യം അവർക്ക് പിടികിട്ടി, അവരത് പ്രായോഗികമാക്കി. വ്യക്തിപരമാണ് എൻ്റെ ജീവിതത്തിൽ 21 years ആയിട്ട് എന്നോട് ചോദിക്കുക, ഏത് ഉപകരണമാണ് ഏറ്റവും അധികം നിങ്ങളുടെ വ്യക്തിപരമായ ആത്മീയ ജീവിതത്തിൽ പുരോഗതിക്ക് പ്രയോജനപ്പെട്ടത് എന്ന് ചോദിച്ചു. അത് നിങ്ങൾ പ്രായോഗികമാക്കുകയും വചനത്തിലേക്ക് ശ്രദ്ധിക്കുന്ന റീഡിങ് മാത്രമല്ല. എല്ലാവരും ചിലപ്പോൾ അതുപോലെ റീഡിങ് ഹാബിറ്റ്സ് കണ്ടെന്നില്ല. അപ്പൊ നിങ്ങൾ കേൾക്കാൻ തുടങ്ങണം. നിങ്ങൾ തീർച്ചയായിട്ടും വചനം വീട്ടിലായിരിക്കും വേണ്ടി കേൾക്കുവാൻ, കാറിലായിരിക്കും കേൾക്കുവാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. എന്നിട്ട് ചിന്തകളെ എവിടേക്ക് കൊണ്ടുവരണം? ആത്മീക കാര്യങ്ങളിലേക്ക് കൊണ്ടുവരണം. സ്വപ്നം കാണാൻ തുടങ്ങണം. എന്ത് സ്വപ്നം കാണാൻ തുടങ്ങണം? വലിയ ഉണ്ടാകുന്ന സ്വപ്നം കാണണം. ആയിരങ്ങൾ സ്ഥാനപ്പെടുന്ന സ്വപ്നം കാണണം. ഒന്നും ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ കണ്ടില്ലെന്ന് വരും. അതൊന്നും സാധനമില്ല. നിങ്ങൾ സ്വപ്നം കാണുന്നതിന് നഷ്ടമല്ലോ. സ്വപ്നം കാണുന്നുണ്ട്. ഈ രാജ്യം കർത്താവിലേക്ക് വരുന്ന സ്വപ്നം കാണണം. ഞാൻ പറഞ്ഞു, ഇന്ത്യൻ പാർലമെന്റിൽ പ്രസംഗിക്കുന്ന സ്വപ്നം കാണണം. അങ്ങനെ സ്വപ്നം കാണുവാൻ തുടങ്ങും. ചിന്ത ആ ലെവലിലേക്ക് വരുന്നു. ഇതുകൊണ്ടെല്ലാം ഗുണമുണ്ട്. വ്യാകുലതകളിൽ നിന്നും നമുക്ക് വിടുതൽ കിട്ടും. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ ജീവിക്കുവാൻ വേണ്ടി ഒരു പ്രയാസവും അറിയില്ലെങ്കിൽ അറിഞ്ഞുകൊള്ളുക. ഞാൻ സാധാരണ പറയുന്നത്, ആയാസരഹിതമായി നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയും. ആര് മാത്രം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായാൽ മതി? യേശു ഉണ്ടെങ്കിൽ നിങ്ങളുടെ സകല കാര്യങ്ങളുടെ ചുമതല യേശു ഏറ്റെടുക്കും. നടക്കേണ്ട കാര്യങ്ങളെല്ലാം തക്ക സമയത്ത് നടന്നിരിക്കും. ഒരൊറ്റ കാര്യത്തെ ചൊല്ലി അഭിഷേകമുള്ളവർ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. വ്യാകുലതാരഹിതമായ ഒരു ജീവിതം നമുക്ക് നയിക്കുവാൻ കഴിയും. കർത്താവിനെ കുറിച്ചുള്ള ആ വെളിപ്പാടിൽ വ്യാകുലതകളില്ലാതെ ദൈവകാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ആ നിലയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുകയാണെങ്കിൽ ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന ഈ തീ നിങ്ങളുടെ മേൽ കത്തിക്കൊണ്ടേയിരിക്കും. വർദ്ധിച്ച അളവിൽ കത്തുവാനിടവരും. അങ്ങനെ നിങ്ങൾ കത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ കർത്താവിന് നിങ്ങളെ വെറുതെ ഇരുത്തുകയില്ല, മറ്റുള്ളവരെ കത്തിക്കുവാൻ വേണ്ടി നിങ്ങളെ ഉപയോഗിക്കും. നിങ്ങൾക്ക് ദൈവപ്രവർത്തികൾ കാണുവാൻ കഴിയും. ദൈവപ്രവർത്തികൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണമെന്നുള്ള ആ ആത്മിക ആവേശമുണ്ടാകും. അവസരങ്ങൾ വർദ്ധിക്കുവാനിടവരും, കൂടുതൽ വിശാലമാകുവാനിടവരും. അതാണ് കർത്താവ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. ആ നിലയിൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ലഭ്യമായിരിക്കുന്നത് നിലനിർത്തി വർദ്ധിപ്പിക്കുവാൻ കർത്താവ് ഇടവരുത്തട്ടെ. ആമേൻ. നമുക്ക് പഴയ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ഭാഗങ്ങളിലേക്ക് പോകാം. 8ാം അധ്യായത്തിലേക്ക് പോകുന്ന അപ്പോസ്തലപ്രവൃത്തി 19-ാമത്തെ അധ്യായത്തിൽ അവിടെ anointing of expansion നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 2 സംവത്സരത്തോളം നടക്കിയാൽ ആസിയയിൽ പാർക്കുന്ന യഹൂദന്മാരും യമനന്മാരും എല്ലാവരും കർത്താവിന്റെ വചനം കേൾപ്പാനിടയായി. 2 അഭിഷേകത്തിന് വേണ്ടി കൂടെ പ്രാർത്ഥിച്ചു. 2 അഭിഷേകം കർത്താവ് നമ്മുടെ മേൽ പകരുവാൻ ആഗ്രഹിക്കുന്നു. അതുകൂടെ ആമേൻ പ്രായോഗികമാക്കി നമുക്ക് ഈ സെഷനുകൾ അവസാനിപ്പിക്കാം. സന്തോഷത്തോടെ ആയിരിക്കുന്നു. സ്വീകരിക്കുവാൻ ഇരിക്കുന്നുവോ? ഈ റിസപ്റ്റിവിറ്റിയെ കുറിച്ച് ഇവിടെ റിസീവ് ചെയ്യാൻ കഴിയുന്നത്, നിങ്ങൾ പരിശുദ്ധാത്മാവുമായിട്ട് കണക്റ്റഡ് ആകുന്നുവെങ്കിൽ നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ.
അല്ലെങ്കിൽ ഇവിടെ നടക്കുന്നത് ചിലത് എനിക്ക് ലഭിക്കണം എന്നുള്ളൊരു വലിയ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പിടിച്ചെടുക്കുവാൻ കഴിയും. പലർക്കും അതിന് ശേഷം ഒന്നും മനസ്സിലാകുന്നില്ല, ഒന്നും കിട്ടിയില്ല. നമുക്കത് അവരെ നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കുവാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അവരവർ ട്യൂൺഡായിട്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ആരും നിന്നില്ലെങ്കിൽ പോലും ഇവിടെ വ്യാപരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. അതിൽ നിന്ന് ചിലത് നിങ്ങൾക്ക് പിടിച്ചെടുക്കുവാൻ കഴിയും. ചിലരുമെല്ലാം അസാധാരണമായ ഉയർന്ന അളവിൽ അവർ ദേശത്തെ അനുഭവിക്കാൻ കഴിയുന്നതെങ്കിൽ ഇതിന്റെ ഉദ്ദേശം ഭയങ്കരമായ വികസിപ്പിക്കുന്നതാണ് ഉദ്ദേശം. സ്വീകരിക്കുവാൻ തയ്യാറാകുന്നതിൽ ഞാൻ അഭിനന്ദനം. പലർക്കും ഇത് ലഭ്യമാകുന്ന നിമിഷത്തിൽ സ്വീകരിക്കാൻ കഴിയാതെ പോകും. അടുത്ത പ്രാവശ്യമായിട്ട് നാളെ ആകണമെന്ന് മാറ്റിയിരിക്കാം. കർത്താവ് ചിലത് പകരുമ്പോൾ അപ്പോൾ തന്നെ സ്വീകരിക്കുന്നത് അവർ ചിലപ്പോൾ ആ ഭയങ്കരമാകുന്ന ദൈവശക്തി വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. മറ്റുള്ളവർ മനസ്സിലാക്കുക. പക്ഷെ കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ അവർ മനസ്സിലാവും എന്തിനാണ് ഇവിടെ നിന്ന് ചാടിയത്, വീണത് ഉരുണ്ടത് എന്തിനാണെന്നുള്ള അവർക്ക് മനസ്സിലാവും. ഈ പല സന്ദർഭങ്ങളിൽ ഞങ്ങൾക്ക് അനുഭവമുള്ളതാണ്. ആത്മസാന്നിധ്യം ഇതേപോലെ വെളിപ്പെടുമ്പോൾ ചിലപ്പോൾ 10 വർഷത്തിന് ശേഷം തുറക്കപ്പെടേണ്ട ഒരു വാതിൽ ഇവിടെ ആ നിലയിലുള്ള ഒത്തിരി കാര്യങ്ങൾക്ക് പിന്നിലുണ്ട്. അത് മനസ്സിലാക്കുന്ന ദൈവത്തെ ശ്രദ്ധിക്കുന്നു. ഇവിടെ ഒരു എക്സ്പാൻഷന്റെ അനോയിന്റിങ് നമുക്ക് കാണാൻ കഴിയുന്നത്. 2 സംവത്സരത്തോളം നടക്കിയാൽ ആസിയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാവരും കർത്താവിന്റെ വചനം കേൾപ്പാനിടയായി. ഞാൻ പറഞ്ഞല്ലോ, തുറമോസിന്റെ പാഠശാലയിൽ ശുശ്രൂഷിക്കുന്ന പൗലോസ് എങ്ങനെയാണ് ഇവിടെ ഈ ഒരു കാര്യം എഴുതുവാൻ കഴിയുന്നത്? ആസിയിലുള്ള യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിന്റെ വചനം കേൾക്കുവാൻ തക്കവണ്ണം എങ്ങനെയാണ് ആ കാര്യം സംഭവിച്ചത്? അതാണ് ഈ പൗലോസ് പ്രസംഗിക്കുന്ന പ്രസംഗം കേട്ട ഒരാൾക്ക് പോലും പുറത്തിറങ്ങിയിട്ട് വെറുതെ ഇരിക്കാൻ കഴിഞ്ഞില്ല. അവൻ ചിലപ്പോൾ കെന്റിലായിരിക്കാം, അവൻ ചിലപ്പോൾ റെഡിങ്ങിലായിരിക്കാം, അവൻ ചിലപ്പോൾ മാഞ്ചസ്റ്ററിലെ അവൻ ഓടുകയാണ്. പാഠശാലയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓടുക, വാലിനെ തീപിടിച്ചവനെ പോലെ. കാരണം അവന് മനസ്സിലായി ഈ ഒരു കാര്യം ഇതുവരെ ഞങ്ങൾ അറിഞ്ഞില്ല, അപ്പന്മാർ അറിഞ്ഞില്ല, ഞങ്ങളുടെ ദേശക്കാർ അറിഞ്ഞില്ല. അവിടെ പൗലോസ് എന്ന് പറഞ്ഞില്ല, ഞാൻ എന്ന് പറഞ്ഞാൽ മതി. അവൻ അവിടെ ചെന്ന് പൗലോസ് ഇവിടെ കാണിച്ചതെല്ലാം അവൻ അവിടെ ചെന്ന് നേടിയ.
ആളുകൾ വെറുതെ വന്ന് ഞായറാഴ്ച നിങ്ങൾ കൊടുക്കുന്ന പുല്ലിൽ നിന്ന് ജീവിക്കുന്നവരായി തീരുവാൻ ഇടവരാതെ അവരെല്ലാം ഓടി നടന്ന് കർത്താവിന്റെ ഭയം പാഠശാലയിൽ കിട്ടിയല്ലോ, ഇവിടെ ഒതുങ്ങിക്കളയാമെന്നാണ്. ഇസ്മായിൽ ജനിച്ചല്ലോ, അത് മതി എന്നാണ്. നിനക്കുള്ള വാഗ്ദത്തങ്ങൾ കർത്താവ് ഇസ്മായിലിനെ കൊണ്ട് അവസാനിപ്പിക്കത്തില്ല. നമ്മളുടെ കാഴ്ചപ്പാടുകളെ ഞങ്ങൾ 21 കിലോമീറ്റർ നീളമുള്ള ഗലീലാക്കടലിന് അരികിൽ ജീവിച്ചവരാണ്. 50 കിലോമീറ്റർ വീതിയുള്ള ആ ഗലീലാക്കടലിന്റെ അരികിൽ ഞങ്ങൾ ജീവിച്ചവരാണ്. അതിനപ്പുറത്ത് ഞങ്ങൾക്കൊരു ലോകമില്ല. ഞങ്ങൾ ഇസ്രയേൽ പോട്ടെ, യെരുശലേമിലൂടെ അന്ന് ഞങ്ങളെ കൊണ്ടുപോയി ഇസ്രയേൽ എന്നൊരു ലോകത്തിന് അപ്പുറത്ത് ഞങ്ങൾക്കൊരു ലോകമില്ല. ഞങ്ങൾക്ക് ഇസ്രയേൽ എന്നുള്ള ലിമിറ്റഡ് ടെറിട്ടറിയുടെ ഉള്ളിൽ ഞങ്ങളുടെ രാജ്യവും പുനഃസ്ഥാപിച്ചു തരണമേ. എന്റെ ഭാര്യ, എന്റെ കുഞ്ഞുങ്ങൾ, അതിനപ്പുറത്ത് എനിക്കൊരു ലോകമില്ല. അതുകൊണ്ട് മോന്റെ വിദ്യാഭ്യാസം ഒന്ന് ശരിയാക്കി തരണമേ. ഭാര്യയ്ക്ക് നഴ്സിംഗ് പ്രൊഫഷണൽ IHS കിട്ടിയിട്ട് അവൾക്ക് പ്രൊമോഷൻ കിട്ടണമേ. നിന്റെ ചെറിയ ലോകത്തെ കർത്താവ് പൊളിക്കാനാണ്. ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പത്രോസും ശിഷ്യന്മാരെല്ലാം പറയുന്നത്, ഈ കാലത്താണോ ഇസ്രായേലിന് യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത്? ഇപ്പൊ ഇത്രയും അംശമൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ സമയത്തായിരിക്കും ഈസ ശരിയാണ്. ഇപ്പൊ കിട്ടിയ അഭിഷേകം ഉണ്ടായിരിക്കും. IELTS ജയിക്കാൻ എന്റെ പൊന്നു സഹോദരി, IELTS ഒന്നും കർത്താവിന്റെ ഉത്സാഹം. ജയിക്കാനോ അല്ലെങ്കിൽ വിസ കിട്ടാനോ ഈ അംശമൊന്നും എന്റെ കോട്ടയ്ക്ക് ഇഷ്ടം തോന്നുന്നു. ലഭിച്ചു വീടില്ലാത്തവർക്ക് വീട്, ജോലിയില്ലാത്തവർക്ക് ജോലി, എല്ലാം ഈ മോഡൽ നമ്മൾ കൊടുത്തിരിക്കുന്നു.
അഭിഷേകം നിന്റെ മേൽ വന്നിരിക്കുന്നത് ചെറിയ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുക, കൊച്ചു പ്രസവിച്ചിട്ട് എന്തായിട്ടാണെന്നൊക്കെ നീ കഴിച്ചാൽ മതി. രാജ്യം പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് ചെറിയ ലോകത്തിൽ നിന്ന് നിന്നെ പുറത്തു ഇതിനപ്പുറത്തൊരു ലോകമുണ്ട്. നിന്റെ ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. ഉണ്ടെങ്കിൽ കടലിലും നീരിലും അപ്പുറത്ത് അവർ പോകുവാനെത്തില്ല. വള്ളവുമായിട്ടുള്ള ബന്ധം, വലയുമായിട്ടുള്ള ബന്ധം, അതെല്ലാം ഇവരുടെ തിയോളജി വെച്ചിട്ടുണ്ട്. ഇവരെ ബൈബിൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഇവരാരും പറഞ്ഞു ഒരു പ്രസംഗികളാണ്, വാക്യങ്ങളാണ് പ്രസംഗം. ഇതിനു മുമ്പ് ചരിത്രത്തിൽ ഒരിക്കലും ഇവർ പ്രസംഗിച്ചതായിട്ട് രേഖപ്പെടുത്തുകയില്ല. ഇവർ ഒരിക്കലും പരിചയമില്ലാത്ത ഒരു മേഖലയിലേക്ക് കർത്താവ് ഇവരെ തിരിച്ചുവിടാം. ഇത് വള്ളമല്ല, ഒരു വലിയ വള്ളവും നീങ്ങൊന്നുമല്ല. നിന്നെ ഒരു പുത്തൻ മേഖലയിൽ നീ കർത്താവിനോട് ചോദിക്കുന്നത് എന്താണ്? നിന്റെ ഒരു ചെറിയ ലോകത്തിന്റെ അകത്ത് നിർത്തണമേ എന്നാണ് ചോദിക്കുന്നത്. കർത്താവിനത് പ്രശ്നമില്ല, നീ അത് മനസ്സിലാക്കിയിട്ടില്ല എന്ന് കർത്താവിന് അറിയാവുന്നത്. കർത്താവ് പറയുന്നത് നീ പേടിക്കണ്ട, നിന്റെ പേരിലെ അഭിഷേകത്തെ പറഞ്ഞതുപോലെ എന്റെ സഹപ്രവർത്തകരൊക്കെ പറയുന്നത് പോലെ നിന്നെ പറപ്പിക്കാൻ പോവുകയാണ്. നീ യെരൂശലേമിൽ കുത്തിയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പത്രോസേ, കർത്താവ് നിന്നോട് സ്നേഹത്തോടുകൂടെ പറയുന്നത് എന്താണെന്ന് അറിയാമോ? വിൻഡ് നിന്നെ പറപ്പിക്കാൻ പോവുകയാണ്. വിശുദ്ധ കാറ്റ് നിന്റെ വേദന പോലെ
പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. ആയിരക്കണക്കിന് രോഗികളെ സൗഖ്യമാക്കുവാൻ ഈ കൈകളോ പകച്ചവനെ എക്സോൾട്ടഡ് ഫാദറായിട്ടിരുന്നാൽ മതി എന്നാണ് പറയുന്നത്. മകനായിരുന്നാൽ മതി, എനിക്ക് അപ്രഭാവമൊന്നും ആകട്ടെ. ഇസ്രായേൽ എന്റെ മുമ്പിൽ ജീവിച്ചിരുന്നാൽ മതി. അല്ല, നിനക്കത് സാധ്യമല്ല. നിനക്ക് ആ വിളിയുണ്ട്. എക്സോൾട്ടഡ് ഫാദറായിട്ട് മാത്രം എനിക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പോകുകയാണ്. ഫാദർ ഓഫ് നേഷൻസ് ആയിട്ട് പോകുന്നു. വീട്ടിൽ നിന്ന് ചുമ്മാ ഇസ്രായേലൊന്നും അല്ല വരാൻ തോന്നുന്നു. തടസ്സങ്ങൾ കൊണ്ടുവന്ന നിരാശ എന്നൊരു തടസ്സം, പ്രാർത്ഥിച്ചതിന് ഉത്തരം ലഭിച്ചില്ല എന്നൊരു തടസ്സം, ചില ഫ്രസ്ട്രേഷൻസും ചില നിരാശകളും ഒക്കെ കൊണ്ടുവന്ന് ചില മുറിക്കകത്തിൽ ഒതുക്കുവാൻ ശ്രമിക്കുന്ന ശക്തികൾ. അവൻ അറിയുന്നില്ല നിന്റെ വിളി എന്താണെന്ന്. വെളിപ്പാട് പ്രാപിച്ചതിന് ശേഷം അവൻ നിന്നെ പിടിച്ചിട്ടിരിക്കുന്ന മുറികളെ
നിങ്ങളുടെ മേൽ എക്സ്പാൻഷന്റെ അനോയിന്റിംഗ് എക്സ്പാൻഷൻ എന്ന് വിളിക്കാൻ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ എന്ന് വിളിക്കാം. നിന്റെ കൈയായിട്ട് പ്രവർത്തിക്കാൻ ചില നിന്റെ വായായിട്ട് പ്രവർത്തിക്കാൻ ചില മാത്രമല്ല ഒരു എക്സ്പാൻഷൻ നിന്റെ ശുശ്രൂഷയുടെ എക്സ്പാൻഷൻ നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ അളവ് നിന്റെ സാമ്പത്തികത്തിന്റെ ഒരു എക്സ്പാൻഷൻ നീ കുടുംബത്തെല്ലാം ഉള്ള ഇന്നും അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ പരിശുദ്ധാത്മാ അദ്ദേഹത്തിലൂടെ എഴുതിയ സന്ദേശങ്ങൾ നമ്മുടെ നടുവിൽ പുറപ്പെടുമ്പോൾ അതിൽ വെളിപ്പെടുന്ന അഗ്നിയുണ്ടോ സാധാരണമാകുന്നതല്ല. അതേപോലെ ഒരു എക്സ്പാൻഷൻ നമ്മുടെ പേരിൽ പിതാവേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നതുപോലെ ആശയുള്ള സകലയഹൂദന്മാരും യഹൂദന്മാരും നിലവാരത്തിൽ ഒരു എക്സ്പാൻഷൻ ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ ഇവരുടെ ആ എക്സ്പാൻഷന്റെ അഭിഷേകത്തിന്റെ പകർച്ച ഈ നിമിഷത്തിൽ വിശ്വസിച്ച് സ്വീകരിച്ച് ഒരു അഭിഷേകത്തിൽ പറഞ്ഞതിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ വലിയ ഗുണങ്ങളോട് നടന്നു. ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞല്ലോ വചനത്തിന്റെ ഒരു അഭിഷേകം കാണാൻ കഴിയും. രണ്ടാമത് വിളിക്കുന്നത് ഒരു എക്സ്പാൻഷനാണ്. എക്സ്പാൻഷന്റെ ഒരു അഭിഷേകം വളരെ വ്യക്തമായി ഭയങ്കര ഒരു എക്സ്പാൻഷൻ പറഞ്ഞു. മൂന്നാമത് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് 11-ാം വാക്യത്തിന്റെ ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവർത്തികളെ ചെയ്യിക്കാൻ അവന്റെ മേന്മയിൽ നിന്ന് റുമാലും ഒത്തിരിയും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. അഥവാ ഇത് this is an anointing of miracles. സന്ധ്യയിൽ കർത്താവ് നമ്മുടെ മേൽ പകരാൻ അത്ഭുതങ്ങളുടെ ഒരു അഭിഷേകം ആയിരിക്കുന്ന സഭകളിലേക്ക്, നിങ്ങളുടെ ഭവനങ്ങളിലേക്ക്, നിങ്ങളുടെ ശുശ്രൂഷകളിലേക്ക് അത്ഭുതങ്ങളുടെ അഭിഷേകത്തിലാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ പൗലോസ് റുമാലും ഉത്തിരിയും എടുക്കുവാനുണ്ട്. ഏപ്രൻസ് എന്ന് പറയുമ്പോൾ സാധാരണ അടുക്കളയിൽ നമ്മൾ ഇടുന്ന ആ വസ്ത്രമാണ്. ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത് പൗലോസ് തന്നെയായിരുന്നു കുക്ക് ചെയ്യുന്നത്.
വീട്ടിൽ കുക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഓ അവസാനം തൂവാലയുടെ എണ്ണം കുറഞ്ഞപ്പോൾ അന്നതുപോലെ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടില്ല. ഒത്തിരി ഉറുമാലുകളുടെ എണ്ണം കുറഞ്ഞപ്പോൾ പൗലോസ് പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യാം, എന്റെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഏപ്രൺസ് കൊടുത്തേക്കാം. അങ്ങനെ ഈ ഏപ്രൺസും ടവൽസും അല്ലെങ്കിൽ ഉറുമാലും എല്ലാം പ്രാർത്ഥിച്ചു കൊണ്ടുപോകുന്നതായിട്ട് വന്നത് എന്തുകൊണ്ട്? 12 പേരെ ഉള്ളൂ എങ്കിൽ ഇതിന്റെ ആവശ്യമുണ്ടോ? കഴിച്ചു പ്രാർത്ഥിക്കാൻ പോയി. എണ്ണം കൂടുന്നത് കൊണ്ടാണ് നിഴൽ അവിടെ സിഗ്നിഫിക്കന്റ് ആയി വരുന്നത്. ഒരാൾക്ക് തന്നെ റീച്ച് എത്തിക്കാൻ കഴിയും. അതുകൊണ്ടാണ് പിന്നെ നേരം ഉറുമാലുകൾ അവിടെ ആവശ്യമായി വരുന്നത്. ഉറുമാലുകളിലേക്ക് പൗലോസ് ശക്തി പുറപ്പെടട്ടെ, ഉറുമാലുകളിലേക്ക് ശക്തി പുറപ്പെടട്ടെ, വസ്തു മെറ്റീരിയലിലേക്ക് ട്രാൻസ്ഫർ ആകുകയാണ്. അതുമായിട്ട് ഒരാൾ പോകുന്നു. അവന് തുറന്നോസിന്റെ പാഠശാലയിൽ വന്നു. അവൻ ചോദിച്ചു, പൗലോസേ പ്ലീസ് ഞങ്ങളുടെ കൂടെ അങ്ങ് എസിയുടെ അപ്പുറത്തെ ഭാഗത്തുള്ളിടത്തുനിന്ന് വന്ന് പ്രസംഗിക്കാൻ പൗലോസ് സമയം ഇവിടെയാണ് ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത്, അങ്ങനെയെങ്കിലും ഒരു തുവാല പ്രാർത്ഥിച്ചിരിക്കാം. അവൻ തുവാല പ്രാർത്ഥിച്ചുകൊണ്ട് ആ തുവാലയുമായിട്ട് അവൻ രോഗിയാണ്. പോയി 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 ആ രോഗിയുടെ മേൽ ഇടുമ്പോൾ രോഗി സൗഖ്യമാണ്. അത്രമാത്രം ഇത് എക്സ്പാൻഡ് ആകുവാനിടയായി. ആ എക്സ്പാൻഷൻ നടന്നതുകൊണ്ടാണ് ഉറുമാലികളും ഏപ്രൺസും ഒക്കെ പ്രാർത്ഥിച്ച് കൊടുത്തയക്കേണ്ടതായിട്ട് വന്നത്. ഒരു സാധാരണ കാര്യമല്ല അവിടെ നടന്നത്. ഭയങ്കര ഒരു എക്സ്പാൻഷനാണ് നടന്നത്. ഈ കൊണ്ടുപോകുന്നവർ ഈ ഉറുമാലുമായിട്ട് ഇങ്ങനെ പോവുകയാണ്. അവരിങ്ങനെ പോകുന്ന സമൂഹത്തിൽ അവര് ആ മെറ്റീരിയൽ വെളിപ്പെട്ടിരിക്കുന്നു. അവിടെ കർത്താവ് അതിനെ അംഗീകരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇതിന് മുന്നേ നമുക്ക് ഇങ്ങനെ ഒരു പ്രിൻസിപ്പിൾ കാണാൻ കഴിയുന്നില്ല. ഇപ്പൊ നിഴൽ എന്ന് പറയുന്നത് ആവശ്യം കൊണ്ട് വന്നതാണ്. അല്ലാതെ എവിടെയെങ്കിലും ബൈബിൾ എഴുതി വെച്ചിട്ടുണ്ടോ നിഴൽ കൊണ്ട് രോഗികൾ സൗഖ്യമാകുന്ന എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. ഇത് ആളുകൾക്ക് മനസ്സിലായി. പത്രോസ് കയ്യിൽ തലയൊന്നും വെക്കാൻ തലയെ കൈവയ്ക്കാനൊന്നും കിട്ടത്തില്ല. പത്രോസിനെ കിട്ടത്തില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? നിഴലെങ്കിലും തട്ടിയാൽ നമ്മൾ സൗഖ്യമാണ്. ജനത്തിന്റെ ആവശ്യത്തിൽ നിന്നാണ് നമുക്ക് ചില കാര്യങ്ങൾ. ഇപ്പൊ കർത്താവ് തന്നെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ആളുകൾക്ക് മനസ്സിലായി, അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ യേശു എവിടെയെങ്കിലും പറഞ്ഞു എന്റെ വസ്ത്രത്തെ തൊട്ടോ സൗഖ്യമായിക്കോ എന്ന് പറഞ്ഞില്ല. പക്ഷെ ജനത്തിന് മനസ്സിലായി ഇപ്പൊ നല്ല അവസരമാ, ശക്തി പുറപ്പെടുന്ന സമയമാണ്. ഇതുവരെ അനങ്ങാതിരിക്കുന്ന പുള്ളികളുണ്ടല്ലോ ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ നല്ല അവസരമാണ്, ശക്തി പുറപ്പെടുന്ന സമയമാണ്. ചില സീസൺസിലേക്ക് മനസ്സിലാക്കണം, ചില ചലനങ്ങളിലേക്ക് തിരിച്ചറിയാനുള്ള ചില അവസരങ്ങളിലേക്ക് മുതലെടുക്കണം. ഒരു മനുഷ്യനെ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ മെറ്റീരിയലിലേക്ക് പവർ വ്യാപരിക്കും. മോശയുടെ വഴിയത് ഉദാഹരണമാണ്. മോശ പറഞ്ഞു, എന്നെ കൊണ്ട് കഴിക്കത്തില്ല, എനിക്ക് ഞാൻ വിൽക്കാനാണ്, നീ കഴിക്കണ്ട. നീ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിന്റെ വായാണ് ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്, നിന്റെ വാ എനിക്ക് ഉള്ളതില്ലെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിന്റെ വഴിയിൽ ഞാൻ കൊള്ളാൻ പോകുന്നത്. സംസാരിക്കുന്നത് നിന്റെ ശക്തി വഴിയാണ്.
ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, നമുക്ക് വെളിപ്പാടുകളുടെ തലത്തിൽ ജീവിക്കുവാൻ കഴിയും. വെളിപ്പാടും മനുഷ്യ ബുദ്ധിയും തമ്മിൽ ചേരത്തില്ല. നല്ല ഉദാഹരണമാണ് കർത്താവ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞു, നിന്റെ വടി കൊണ്ട് കടലിനെ വിവരിക്കുക. അത് ബുദ്ധിക്ക് നിരക്കുന്ന കാര്യമാണ്. ലോകചരിത്രത്തിൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ല. ഒരു എഞ്ചിനീയറിംഗ് പുസ്തകത്തിലും എഴുതി വെച്ചിട്ടില്ല വടി കൊണ്ട് കടലിനെ വിവരിക്കുവാൻ കഴിയുന്നത്. ഇവിടുത്തെ വലിയ പണ്ഡിതന്മാരാകുന്ന ആർക്കും ഇതിനോട് യോജിക്കുവാൻ കഴിയില്ല. നമുക്ക് തെളിവ് കൊടുക്കാൻ കഴിയുന്നില്ല. പക്ഷേ നീ വെളിപ്പാടിന്റെ തലത്താണെങ്കിൽ നിനക്കറിയാം വടി കൊണ്ട് കടലിനെ വിവരിക്കുവാൻ കഴിയും. കുഴപ്പമില്ല. ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേരുടെ കണ്ണുകൾ തുറക്കപ്പെടാം. ഈ ലോകത്തിന്റെ ചരിത്രമാണ്. ഈ തലമുറയ്ക്ക് വേണ്ടി ഉള്ളതാണ്. അത്ഭുതങ്ങൾ ചെയ്യുന്നതാണ്. ഇന്നും യേശു ഭൂമികളെ സൗഖ്യമാക്കുന്നതാണ്. നടപ്പത്തിൽ നിന്ന് പറയുന്നതാണ് ഇന്നും നടപ്പിലാക്കുന്നതാണ്. മരിച്ച വിഷയങ്ങൾ ഉയർത്തിനാക്കാൻ പോകുന്നത്. അഭിഷേകം, power transfer, വടിയിലേക്ക് power transfer, തുമപ്പിലേക്ക് വടി power transfer. ഏലിശയുടെ അസ്ഥിയിൽ വരെ ശക്തി ഉണ്ടായി. ഏലിശ മരിച്ച് 1 വർഷം കഴിഞ്ഞതിന് ശേഷം ആരാണ്ട് വന്നു ശാരീരിക അസ്ഥിയെ തൊട്ടപ്പോൾ ആ മരിച്ചു. പക്ഷെ നീ നിനക്ക് ഇപ്പോഴും മുട്ടാൻ കഴിയും. ഏലിശ മരിച്ച 1 വർഷം കഴിഞ്ഞ അസ്ഥിയെ ആ അസ്ഥിയെ തട്ടിയപ്പോ മരിച്ചവൻ എഴുന്നേൽക്കും. അപ്പൊ ഇതിനകത്ത് അഭിഷേകമുള്ളത്
സ്റ്റാൻഫോർഡിലായിരുന്നു സ്മിത്ത് വിഗിൾസ് മരിച്ചു. മരിക്കുന്നതിന് മുമ്പ് അമേരിക്കക്കാരൊരു വ്യക്തിയാണ് ഫൈനലിൽ കൃഷ്ണ അദ്ദേഹത്തിന് തന്നെ കാണുന്നത്. ഇവിടെ നിന്ന് വന്ന ആളുകൾ കൊണ്ടുപോയി. റെയിൻഹാർഡ് ബോങ്കെ ലണ്ടനിലൂടെ നടക്കുമ്പോഴാണ് നമ്മുടെ ചർച്ചിന്റെ ഫോട്ടോഗ്രാഫർ ദേവദാസനെ കണ്ടുപിടി അദ്ദേഹത്തിന്റെ അഭിഷേകമായിട്ട് അദ്ദേഹത്തിന് ഒരു പകർച്ചയുണ്ടാവും. ഇങ്ങനെയുള്ള ചരിത്രത്തിൽ അസാധാരണമാകുന്ന ദൈവപ്രവർത്തികൾക്ക് സാക്ഷ്യന്മാർ അഭിഷക്തന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. അവരിൽ നിന്ന് ഇതുവരെയും സ്വീകരിക്കാത്ത അഭിഷേകം ഇപ്പോഴും അവർ യേശു അധികാരമുള്ള നാമത്തിൽ ഒരിക്കൽ കൂടെ ഞാൻ ഈ കാര്യം പണ്ടിവിടെ വന്നപ്പോൾ പറഞ്ഞു. ഞാനത് ഇതിനു മുമ്പ് പറഞ്ഞു. അല്ല ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ അത് കയറി വരുന്ന പിന്നെ പെട്ടെന്ന് വിചാരിച്ചു പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ട് പറയും. ഈ അഭിഷേകത്തിൽ ഇപ്പോൾ സംഭവിച്ചത് അസാധാരണമാണ്. ഈ മകൻ വളരെ ശാന്തമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരാളാണ്. ഈ നിലയിൽ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ എന്തോ ഒരു ഭയങ്കര കാര്യം വസ്ത്രത്തിന്റെ അഗ്രത്തിലേക്ക് പിന്നെ അതിന്റെ ഭാഗമാണ് 19-ാമത്തെ അധ്യായത്തിൽ ഉറുമാലികളിലേക്ക് സന്ധി ഭക്തിയിലേക്ക് ഉറുമാലിലേക്ക്
പകരും. വേണ്ടി വന്നാൽ ഉമ്മാനിലേക്ക് പക്ഷെ ഞങ്ങൾ അവൈലബിൾ ആണെങ്കിൽ അഭിഷേകങ്ങൾ ഉപയോഗിച്ചു. അവിടെ വചനത്തിന്റെ അഭിഷേകമുണ്ട്, അവിടെ ഒരു എക്സ്പാൻഷന്റെ അനോയിന്റിംഗ് ഉണ്ട്, അനോയിന്റിംഗ് വിശുദ്ധന്റെ ദുർമാലിലൂടെയും ഏപ്രിൽസിലൂടെയും രോഗികൾ സൗഖ്യമാകുന്ന പൂർണ്ണമായി വിട്ടുപോകും. ഇന്ന് ഈ സന്ധ്യയിൽ ലോകത്തിന്റെ ഒരറ്റത്ത് നിന്ന് വേറൊരു സ്ഥലത്ത് ഇന്ത്യയുടെ തെക്കുഭാഗത്ത് കൊച്ചു കേരളത്തിൽ ചിലരെ കൊണ്ടുവന്നു. അവർ തെറ്റിദ്ധരിച്ചു പോയി. നല്ല രാജ്യത്ത് താമസിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. കുറച്ച് പൈസ ഉണ്ടാക്കുവാനും അങ്ങനെ നാട്ടിലെ അവരുടെ കടമെല്ലാം മാറി, ദാരിദ്ര്യമെല്ലാം മാറി അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി നമുക്ക് ചിന്തിച്ചാണ് ഇവിടെ വന്നത്. പക്ഷേ കർത്താവിന്റെ രഹസ്യ ഉദ്ദേശം അതായിരുന്നില്ലല്ലോ. കർത്താവിന്റെ യഥാർത്ഥ അജണ്ട